ഹലോ ആൻഡ് വെൽക്കം ടു ആര്യാസ് കോപ്പൈൻസ്. അപ്പോൾ ആര്യാസ് കോപ്പൈൻസിൽ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ലവ് സ്റ്റോറി ആണ്. അതെ, എൻ്റെ ലവ് സ്റ്റോറിയാണ് ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ സംഭവം തുടങ്ങുന്നത് അല്ലേ, വേണം നമുക്ക് ഇൻട്രോ തീർക്കാം അല്ലേ. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപ് എന്താണ് ചെയ്യേണ്ടത്? എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നോക്കുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. സൈഡിൽ നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ കാണും, അതുകൂടെ ക്ലിക്ക് ചെയ്യണം. സൈഡിൽ കുഞ്ഞ് ബെല്ലൈക്കൺ കാണും, അതുകൂടെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദി വീഡിയോ. Half of my heart is in Havana, ooh na na. You just want attention, you don't want my heart. അപ്പോൾ ഞാൻ പറയാൻ പോവുകയാണ് എൻ്റെ ലവ് സ്റ്റോറി. അപ്പോൾ സംഭവം നടക്കുന്നത്, എനിക്ക് ബിടെക് സെക്കൻഡ് ഇയർ പഠിക്കുമ്പോൾ ഞങ്ങൾക്ക് കോളേജിൽ സാരി ഉടുക്കുക. ഫസ്റ്റ് ഇയർ സാരി ഉടുക്കാൻ പറ്റൂല. അപ്പോൾ കോളേജിൽ സെക്കൻഡ് ഇയർ ആണ് സാരി ഉടുക്കാനുള്ള പെർമിഷൻ കിട്ടും. അപ്പോൾ സാരി ഉടുക്കുമ്പോൾ നമുക്കറിയില്ല, പെൺപിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് മുല്ലപ്പൂ വയ്ക്കാനും ഓർണമെന്റ്സ് ഒക്കെ ഇടാനും അങ്ങനെയൊക്കെ. അപ്പോൾ ഞാൻ സെലിബ്രേഷൻ തലേ ദിവസം രാത്രി സ്റ്റൈൽ പ്ലസ്, നമ്മുടെ നന്ദൻകോട് സ്റ്റൈൽ പ്ലസിൽ പോവാണ്. അപ്പോൾ ഞാൻ കാര്യം പറഞ്ഞില്ലല്ലേ, എൻ്റെ ലവ് എന്ന് പറയുന്നത് ലിപ്സ്റ്റിക്കുകളോടാണ്. മനസ്സിലായേ? ലിപ്സ്റ്റിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ജീവനാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മേക്കപ്പ് ഐറ്റംസിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ലിപ്സ്റ്റിക്കാണ്. ലിപ്സ്റ്റിക്ക് മാത്രം മതി എനിക്ക് പുറത്ത് പോകാൻ വേണ്ടിയിട്ട്. അപ്പം അതിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. വേറെ എന്തെങ്കിലും തെറ്റിദ്ധരിച്ചായിരുന്നോ? അപ്പം എന്തായാലും ഞാൻ പറഞ്ഞതിൻ്റെ ബാക്കി പറയാം. അപ്പോൾ സ്റ്റൈൽ പ്ലസിൽ ഞാനിങ്ങനെ പോകുന്ന വഴിക്ക് സ്റ്റൈൽ പ്ലസിൽ പോയിട്ട് സാധനങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും നമുക്കറിയില്ല, പോത്തി സ്റ്റൈലും സ്റ്റൈൽ പ്ലസിലൊക്കെ പോകുമ്പോഴത്തേക്കും നമ്മുടെ ഈ ലിപ്സ്റ്റിക്കിൻ്റെ മേബിലിൻ, പിന്നെന്താണ് ലോറിയൽ, അങ്ങനത്തെ പല എന്താണ് സെക്ഷൻസിലായിട്ട് ചേച്ചിമാരുന്നു. ചേച്ചി ഇവിടെ ഒരു ചേച്ചി ലിപ്സ്റ്റിക് വേണോ ചേച്ചി, മറ്റേതുണ്ടോ ചേച്ചി, കരി വേണോ ചേച്ചി എന്നൊക്കെ ചോദിക്കും. അപ്പോൾ നമ്മൾ വേണ്ടെങ്കിലും നമ്മൾ അറിയാതെ അങ്ങോട്ട് ചെന്നു പോകും. അങ്ങനെ ഞാൻ കൊളോസലല്ലോ കളർ എസൻസോ അങ്ങനെ ഏതൊരു ബ്രാൻഡിൻ്റെ അടുത്തേക്ക് ഒരു ചേച്ചി എന്നെ വിളിച്ചു പറഞ്ഞു, മോളെ എന്താണ് മോളെ വേണ്ടത്, മോൾക്ക് നല്ലതായിരിക്കും മോളെ ലിപ്സ്റ്റിക് ഇട്ട്, നല്ല രസമായിരിക്കും മോളെ കാണാനൊക്കെ പറഞ്ഞു. എൻ്റെ കുറേ ഉപ്പ് കിട്ടും. എന്നിട്ട് ആ ചേച്ചി ഒരു ലിപ്സ്റ്റിക് എടുത്തതിൻ്റെ പറഞ്ഞു, ഓണമൊക്കെ അല്ലേ സാരി ഒക്കെ കൊടുക്കുമ്പോൾ ഈ ലിപ്സ്റ്റിക് മോൾക്ക് നല്ലതായിരിക്കും. അപ്പം ഞാൻ ആ സമയത്ത് ഒരു മെറൂൺ, ഒരു റെഡ് ഷെയ്ഡ് അങ്ങനത്തെ സാരിയാണ് ഉടുക്കാൻ നിന്ന്. അപ്പോൾ ആ ചേച്ചി പറഞ്ഞു, മോൾക്ക് ഈ ലിപ്സ്റ്റിക് അടിപൊളിയായിരിക്കും, നല്ലതായിരിക്കും. പക്ഷെ ഞാൻ ആ സമയത്തൊന്നും ലിപ്സ്റ്റിക് ഇടൂലായിരുന്നു. എനിക്ക് ലിപ്സ്റ്റിക് വലിയ ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വേണ്ട എന്നിട്ട് കേൾക്കൂല. അപ്പം എൻ്റെ കൂടെ അമ്മയുണ്ട്. അപ്പം അമ്മ ഇത് കേൾക്കുന്നുണ്ട്. എനിക്ക് ഇട്ട് നല്ലതായിരിക്കും, നല്ല ഭംഗിയായിരിക്കും അങ്ങനെയൊക്കെ പറയുമ്പോൾ അമ്മയും അലിഞ്ഞു പോയി, ഞാനും ചെറുതായിട്ട് അലിഞ്ഞു. അങ്ങനെ ആദ്യമായിട്ട് അങ്ങനെയാണ് ഞാൻ ലിപ്സ്റ്റിക്ക് മേടിക്കുന്നത്. ഇതാണ്. അപ്പം ഇതിൻ്റെ ഈ ഒരു അടപ്പൊക്കെ പോയി, ഇത് മാത്രമേ ഉള്ളൂ. ഇതെനിക്ക് ഒന്ന് കളർ ഷോയുടെ റെഡ് വെൽവെറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഷെയ്ഡാണ്. സംഭവം ഇത് ഒടിഞ്ഞു പോയതാണ് കേട്ടോ. ഞാൻ തീർത്തല്ല, ഇത് ഞാൻ അധികം യൂസ് ചെയ്തിട്ടില്ല. എനിക്ക് ആ ചേച്ചി അന്ന് കടയിലൊക്കെ വെച്ച് ഇട്ട് വന്നപ്പോഴത്തേക്ക് കുഴപ്പമില്ലാന്ന് തോന്നിയെങ്കിലും പിന്നെ ഇട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഡാർക്കായിട്ട് തോന്നി. നമ്മൾ കോളേജിലൊക്കെ പോകുമ്പോൾ ഒരുപാട് ഡാർക്ക് ഷെയ്ഡ് ലിപ്സ്റ്റിക് ഒന്നും ഇട്ടിട്ട് പോയാൽ ശരിയാവില്ല. ഒന്നാമത് നമ്മൾ ആദ്യമായിട്ട് ലിപ്സ്റ്റിക് ഒക്കെ ഇടുമ്പോൾ നമുക്ക് ഭയങ്കര ചമ്മലും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പം അങ്ങനെ ഇപ്പോൾ കോളേജിലും സ്കൂളിലൊക്കെ പോകുന്ന പിള്ളേർക്ക്, അല്ലെങ്കിൽ ഫംഗ്ഷൻസിനൊക്കെ ആണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. അപ്പം ഞാൻ അന്ന് എന്തോ ഒരു തുള്ളി മാത്രം എടുത്ത് ജസ്റ്റ് ചുണ്ടിലിട്ടതേ ഉള്ളൂ, അങ്ങനെയൊക്കെ ഇട്ടതേ. അപ്പം ഞാൻ അത്ര കംഫർട്ടബിൾ ഒന്നും ആയിരുന്നില്ല. അപ്പം ഞാനിത് ഇട്ടില്ല. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ജസ്റ്റ് 299 റുപ്പീസാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അടപ്പൊക്കെ പോയി. ഞാൻ പറഞ്ഞില്ല, ഇത് അന്ന് ഈ ഒരു ലിപ്സ്റ്റിക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എൻ്റെ ഒരു ലിപ്സ്റ്റിക് ഓർഗനൈസറോ അങ്ങനെയൊന്നുമില്ല. എല്ലാത്തിൻ്റെയും കൂടെ ഇട്ടിട്ട് പൊടിയൊക്കെ അടിച്ചതായത് ഈ ഒരു പരുവത്തിൽ. പക്ഷേ ഇന്നലെ ഞാൻ കളഞ്ഞില്ല, ഞാനിങ്ങനെ സൂക്ഷിച്ച് വെക്കും. മറ്റേ ഉർവശി മറ്റേ സിനിമയിലെ കാര്യത്തിൽ ഇതാണ് ഞാൻ 3ാമത്തെ വയസ്സിൽ ആദ്യമായിട്ട് എന്നിട്ട് മറ്റേ വരത്തിലെറിഞ്ഞ കല്ല് എന്നൊക്കെ പറഞ്ഞ പോലെ എല്ലാം സൂക്ഷിച്ച് വെക്കും. അപ്പോൾ അങ്ങനെ കിട്ടിയതാണ് ഈ സാധനം. ഇതാണ് എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ ലിപ്സ്റ്റിക് എന്ന് പറയുന്നത്. പക്ഷേ ഞാൻ ലിപ്സ്റ്റിക്ക് എനിക്ക് തോന്നുന്നത് ഞാൻ UKG പഠിക്കുമ്പോൾ തൊട്ട് ലിപ്സ്റ്റിക് ഇട്ട് തുടങ്ങിയതാണ്. കാരണം ഞാൻ എൻ്റെ ഡാൻസിൻ്റെ അരങ്ങേറ്റം UKG പഠിക്കുമ്പോഴെന്തായിരുന്നു ആറ്റുകാല് വെച്ചിട്ട്. അപ്പം തൊട്ട് ഈ ഡാൻസ് പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ മേക്കപ്പ് ഒക്കെ അന്നേ തൊട്ട് തുടങ്ങിയതാണ് ഞാൻ. അപ്പോൾ ലിപ്സ്റ്റിക് ഒക്കെ ഇടുമെങ്കിലും നമ്മൾ പ്രോഗ്രാംസിന് ഇടുന്നല്ലാതെ ഡെയിലി ലൈഫിൽ ഇട്ട് തുടങ്ങിയ, ഞാൻ പൈസ കൊടുത്ത് മേടിച്ച ആദ്യത്തെ ലിപ്സ്റ്റിക് ആണ്. മേക്കപ്പ് മാൻ ഇട്ടിരുന്നതാണല്ലോ. അപ്പോൾ അതാണ് ആദ്യത്തെ ലിപ്സ്റ്റിക് സ്റ്റോറി എന്ന് പറയുന്നത്. ഇത് ഇപ്പോഴും ഞാൻ അധികം യൂസ് ചെയ്യാറൊന്നുമില്ല, പക്ഷെ പ്രോഗ്രാംസിനൊക്കെ ഇടും. നല്ല ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സ്പോച്ച് ഞാൻ കാണിക്കുന്നില്ല, കാരണം ഇതിൻ്റെ ഡേറ്റ്സ് ഒക്കെ കഴിഞ്ഞ് കാണും. എൻ്റെ ചുണ്ടൊക്കെ പോകാനൊക്കെ ചാൻസ് ഉണ്ട്. ഞാൻ ഇതിൻ്റെ കാര്യമൊന്നും പറയുന്നില്ല. ഇനി അടുത്ത ലിപ്സ്റ്റിക്, ഇനി ഞാൻ പറയുന്നത് ആ ഓർഡറിലൊന്നും അല്ല കേട്ടോ. പിന്നെ ഞാൻ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ലിപ്സ്റ്റിക്ക് ഒക്കെ ഇട്ട് തുടങ്ങി എപ്പോഴാണെന്നറിയോ, ഞാൻ ബിടെക് പ്രോഗ്രാം ഗാനമേളകൾക്കൊക്കെ പോകുമ്പോൾ ഇടുമായിരുന്നു. പിന്നെ കോളേജിലൊന്നും ഇടില്ല, കോളേജിലൊക്കെ ജസ്റ്റ് ലിപ് ബാം ഇടുമായിരുന്നു.
പിന്നെ അത് കഴിഞ്ഞ് ബിടെക് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പ്രോഗ്രാംസിലൊക്കെ സ്ഥിരമായിട്ട് ഇട്ട് ഇപ്പൊ പിന്നെ ചന്തയിൽ പോണെങ്കിലും ലിപ്സ്റ്റിക് മുഖ്യം, മാസ്ക് ഉണ്ടെങ്കിലും ലിപ്സ്റ്റിക് മുഖ്യം, ആ ഒരു രീതിയിലായിപ്പോയി. പക്ഷെ അതിന് പ്രശ്നമൊന്നും ഇല്ല കേട്ടോ. നമ്മൾ ചുണ്ടൊക്കെ കെയർ ചെയ്യുകയാണെങ്കിൽ ലിപ്സ്റ്റിക് നമുക്ക് ഒരുങ്ങി നടക്കാൻ പെമ്പിള്ളേർക്ക് ഒരു പ്രായം വരെ പറ്റുള്ളൂ. അപ്പൊ അതുവരെ ഒരുങ്ങി നടക്കുക. അതിപ്പോ ആരിപ്പോ എന്ത് പറഞ്ഞാലും നമ്മളൊന്നും നമുക്ക് ഇഷ്ടമാണോ, നമ്മുടെ വീട്ടുകാർക്ക് ഇഷ്ടമാണോ, നമ്മൾ ചെയ്യുക. ഓക്കെ, അപ്പൊ ഇനി ഞാൻ ഓരോരോ നല്ല 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 ലിപ്സ്റ്റിക്കുകൾ, എൻ്റെ ഉള്ള ലിപ്സ്റ്റിക്കുകൾ കാണിച്ചു തരാം. അതിനെക്കുറിച്ചൊക്കെ ഞാനൊരു ബ്യൂട്ടി വ്ളോഗറൊന്നും അല്ല, അപ്പൊ ബ്യൂട്ടീനെ കുറിച്ച് അങ്ങ് ആഴത്തിൽ എനിക്ക് അറിഞ്ഞുകൂടും. അപ്പൊ എനിക്ക് അറിയാനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ലിപ്സ്റ്റിക് എന്ന് പറയുന്നത് ഇതാണ്. ഇത് ഹുഡ ബ്യൂട്ടീൻ്റെ ലിപ്സ്റ്റിക് ആണ്. ഹുഡ ബ്യൂട്ടീൻ്റെ ഷെയ്ഡ് വന്നിട്ട് സ്പൈസ് ഗേൾ എന്ന് പറഞ്ഞിട്ടൊരു ഷെയ്ഡാണ്. ഇത് ഒറിജിനൽ അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒറിജിനൽ ആവാൻ വഴിയില്ല, കാരണം ഒറിജിനൽ ഹുഡ ബ്യൂട്ടിക്കൊക്കെ ഭയങ്കര റേറ്റാണ്. എനിക്ക് തോന്നുന്നു 1000 അങ്ങനത്തെ ആ ഒരു റേഞ്ചൊക്കെ വരും. ഇത് ആക്ച്വലി നമ്മുടെ വിറക് എനിക്ക് തന്നിട്ട് പോയതാണ്. വിറക് തന്നിട്ട് പോയതിൻ്റെ കാര്യം എന്ന് പറയുമോ, അവള് ഇതുപോലത്തെ ഒരു 3-4 ഷെയ്ഡ് എനിക്ക് അവിടെ തന്നിട്ട് പോയി. അതൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. പക്ഷേ എനിക്ക് ഇഷ്ടം എനിക്കിതാണ് കേട്ടോ. അത് ഞാൻ 1-2 തവണ ഇട്ടിട്ടേ ഉള്ളൂ. അപ്പോൾ ഇത് റേറ്റ് കാര്യങ്ങൾ ബാക്കി ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയണ്ട. പക്ഷേ അത്യാവശ്യം നല്ല ഡ്രൈയിങ് ആണ് ഈ ഒരു ലിപ്സ്റ്റിക്ക്. നല്ല കളറാണ്, നല്ല കളർ ഇൻ ദ സെൻസ് നല്ല കളറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു കളർ. അവളിത് കൊണ്ടുവന്നിട്ട് ഞാൻ അവളിവിടെ ഉണ്ടായിരുന്ന സമയത്ത് 1-1.5 ആഴ്ച എന്തോ ഉണ്ടായിരുന്നു അവൾ. അപ്പോഴൊക്കെ ഞാൻ ഇതെടുത്തിടും. എന്നിട്ട് ഞാൻ വിറകിൻ്റെ തരും, വിറകെ നല്ല രസമല്ലേടി, നല്ല ഭംഗിയല്ലേടി, ഓ എന്ത് ചേർച്ച എന്നൊക്കെ പറയാം. അവസരം അവൾ ഇന്ന പണ്ടാരം എടുത്തോണ്ട് പൊക്കോ എന്ന് പറഞ്ഞ് തന്നിട്ട് പോയതാണ്. അപ്പോൾ കോമഡിയാണ്. അപ്പോൾ ഈ ഒരു ഷെയ്ഡ് പൊളിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ പിങ്ക് ഷെയ്ഡ് എന്ന് വെച്ചാൽ നല്ല ഡാർക്ക് പിങ്കും നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള റെഡ്, നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള മറ്റേ ഓറഞ്ച്, ഇത് 3 ഷെയ്ഡും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെ ഉള്ളതിൽ ഏറ്റവും നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് ഈ ഹുഡ, അമ്മേ പൊട്ടില്ല, ഈ ഒരു ഹുഡ ബ്യൂട്ടിയുടെ പിങ്ക് ഷെയ്ഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ 1ാമത്തെ ലിപ്സ്റ്റിക്. അടുത്ത ലിപ്സ്റ്റിക് എന്ന് പറയുന്നത് ഈ ലിപ് ഗ്രഡേഷൻ്റെ ലിപ്സ്റ്റിക് ആണ്. ഓക്കെ, അപ്പോൾ ഇത് മെയ്ബിലിൻ ആണ്. മെയ്ബിലിൻ ലിപ് ഗ്രഡേഷൻ, എന്താണ് മെയ്ബിലിൻ ന്യൂയോർക്ക് ലിപ് ഗ്രഡേഷൻ ബൈ കളർ സെൻസേഷണൽ. ഓക്കെ, അതാണ് ഈ ലിപ്സ്റ്റിക്ക്. ഇത് നല്ല ഓറഞ്ച് ഷെയ്ഡാണ്, അടിപൊളിയാണ്. ഇത് ഭയങ്കര സ്മൂത്താണ്. ഇതിൻ്റെ ആപ്ലിക്കേറ്റർ അല്ല, ആക്ച്വലി ഇത് റിട്രാക്റ്റബിൾ ആണ്. നല്ലതാണ്. അതേ കണ്ടോ, നല്ല ഓറഞ്ച് ഷെയ്ഡാണ്. ഞാൻ വീഡിയോസിലൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരല്പം കൂടി പോവുകയാണെങ്കിൽ ഇത് കടും റെഡ് കളറായിട്ട് മാറും. അത് ഒരുമാതിരി വൃത്തിയായിട്ട് റെഡ് കളറായിട്ട് മാറും. അപ്പോൾ ഞാൻ ഇതെടുത്ത് ഇട്ടിട്ട് നമ്മൾ വീട്ടിലത്തെ ആ ലൈറ്റിംഗ് സെറ്റപ്പിൽ ഇട്ടിട്ട് പുറത്തിറങ്ങുമ്പോൾ അച്ഛൻ ചോദിക്കും, ഇതെന്താ എഴുതി കഥ കളിക്കണം, മര്യാദയ്ക്ക് ലിപ്സ്റ്റിക്ക് മാറ്റിയിട്ടോ എന്നൊക്കെ പറയും. പിന്നെ ഇതിൻ്റെ ബാക്കിൻ്റെ പ്രത്യേകത, ബാക്കിൽ ഇതുപോലത്തെ ഒരു സ്പഞ്ചും കൂടെ ഉണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ആക്കി കൊടുക്കുമ്പോൾ അതൊന്ന് സ്മഡ്ജായിട്ട് കിട്ടും, അടിപൊളിയായിട്ട് കിട്ടും. അപ്പോൾ അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതിൻ്റെ റേറ്റൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്, ഒരു 600-700 ആ ഒരു റേഞ്ച് ഉണ്ട്. പക്ഷേ ഞാനിത് ഓൺലൈനാണ് മേടിക്കുന്നത്. ഓൺലൈനിൽ 400 സംതിങ് അങ്ങനത്തെ ആ റേറ്റ് ഉണ്ട്. ഇപ്പം എത്ര റേറ്റ് എന്ന് എനിക്ക് അറിഞ്ഞുള്ളൂ. എനിക്ക് കിട്ടുന്നതിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പം നല്ല ലിപ്സ്റ്റിക് ആണ് കേട്ടോ. ഓറഞ്ച് ലിപ്സ്റ്റിക്, ഡാർക്ക് ഓറഞ്ച് ആണ്. പക്ഷേ ഇതിന് നല്ല ലൈറ്റ് ആയിട്ട് ഇടാൻ പറ്റും. ലൈറ്റ് ആയിട്ട് ഇട്ടിട്ടാണ് ഞാൻ സ്വാച്ച് എടുത്തിരിക്കുന്നത്. നല്ല ഷെയ്ഡാണ്. ഇഷ്ടപ്പെടുന്നവർ ഓറഞ്ച് ഷെയ്ഡൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ മേടിച്ചു. നല്ല നാച്ചുറൽ കളറാണ്, അടിപൊളിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇനി അടുത്തത് പറയുകയാണെങ്കിൽ ഇതാണ് ഞാൻ പറഞ്ഞില്ല, ആദ്യമായിട്ട് ഞാൻ ഫോഴ്സ്ഫുള്ളി മേടിച്ചതാണ് ഈ ലിപ്സ്റ്റിക്ക്. പക്ഷെ ലിപ്സ്റ്റിക്ക് ഇടണം എന്ന ഉദ്ദേശത്തോടു കൂടി കടയിൽ പോയി അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആയിട്ട് മേടിച്ച ഒരു ലിപ്സ്റ്റിക്കാണ് ഇത്, ഈ ലിപ്സ്റ്റിക്ക്. ഇത് ലോട്ടസിൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ്. ലോട്ടസിൽ തിരഞ്ഞെടുക്കാൻ കാരണം എന്ന് വെച്ചാൽ ലോട്ടസ് എന്ന് പറയുന്ന ആയുർവേദിക് പ്രൊഡക്റ്റും കൂടിയാണല്ലോ, ലോട്ടസ് എക്കോസി. അപ്പോൾ ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് മിസ് മെജന്ത EL05. മിസ് മെജന്ത എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. നല്ല ഷെയ്ഡ്, ഞാൻ അതാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്ന ഷെയ്ഡ്. പക്ഷേ ഇത് ക്യാമറയിൽ എത്രത്തോളം കൊള്ളാമെന്ന് എനിക്കറിഞ്ഞു. അടിപൊളിയാണ് കേട്ടോ. പക്ഷേ യഥാർത്ഥത്തിൽ നല്ല ഷെയ്ഡാണ്, നല്ല ഡാർക്ക് പിങ്ക് ഷെയ്ഡാണ്. ലൈറ്റ് ആയിട്ടുണ്ടെങ്കിൽ ലൈറ്റ് ആയിടാം. പക്ഷേ ഇത് കുറച്ച് ഡ്രൈയിങ് ആണ്, പെട്ടെന്ന് തന്നെ ഡ്രൈ ആവും. പിന്നെ ഇത് പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ഇന്നിപ്പോൾ സ്വാച്ച് എടുക്കാൻ വേണ്ടി എടുത്തതും പടാരം പിടിക്കുക, ഇതിൻ്റെ ആപ്ലിക്കേറ്റർ ഒടിഞ്ഞു പോയി. ആപ്ലിക്കേറ്ററൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ആപ്ലിക്കേറ്ററാണ്. കളർ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. നല്ലൊരു കളറാണ്, നല്ല പിങ്ക് കളറാണ്. ഞാൻ ഏത് വ്ളോഗിലൊക്കെ ഇട്ടിട്ടുണ്ട്. ഈ എല്ലാ ലിപ്സ്റ്റിക്കും എൻ്റെ ഏതെങ്കിലുമൊക്കെ വ്ളോഗിൽ നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്, എൻ്റെ ചുണ്ടിൽ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ നല്ലതാണ്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്. ഇത് പറയുമ്പോൾ എൻ്റെ ഓർമ്മ എന്ന് പറയുന്നത് എൻ്റെ ആദ്യമായിട്ട് ഞാൻ ആഗ്രഹിച്ച് മേടിച്ചത്. മറ്റേത് ഫോഴ്സ്ഫുള്ളി ആ ചേച്ചി ഫോഴ്സ് ചെയ്തതുകൊണ്ട് പിന്നെ അത് മേടിച്ചു എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഇതാണ് ഞാൻ ആഗ്രഹിച്ച് ആദ്യമായിട്ട് മേടിച്ചത്. ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും തീർന്നിട്ടില്ല. നല്ലതാണ്. അപ്പോൾ നിങ്ങൾക്ക് മേടിക്കണമെങ്കിൽ മേടിക്കാം കേട്ടോ, നല്ലതാണ്. പിന്നെ അടുത്തതെന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ കാണിക്കുന്നത് നമ്മുടെ എന്താണ് ലോക്ക്ഡൗൺ. ഇത് കാണുമ്പോൾ എൻ്റെ ഓർമ്മ ലോക്ക്ഡൗൺ ഓർമ്മകളാണ്. ലോക്ക്ഡൗൺ സമയത്താണ് ഞാൻ പറഞ്ഞില്ലേ മാർക്കറ്റിൽ പോകാൻ വേണ്ടി മാർക്കറ്റിലൊക്കെ ഇടാൻ വേണ്ടി ലൈറ്റ് കളർ ലിപ്സ്റ്റിക് ഒന്നുമില്ല, മാസ്ക് ഇടും. എന്നാലും ഞാൻ പറഞ്ഞില്ലേ മേക്കപ്പ് ഇടാൻ ഇഷ്ടമുള്ളവർ അതൊക്കെ ഇടും. അതൊക്കെ നമ്മുടെ വഴിക്ക് വിട്ടേക്കുക, മനസ്സിലായോ? അപ്പോൾ അങ്ങനെ മേടിച്ചതാണ് ലോക്ക്ഡൗൺ. ഒന്ന് മയപ്പെട്ട് വന്നപ്പോൾ ഞാൻ മേടിച്ചതാണ് ഈ ഒരു ഗിവ് മീ മോക്ക വെച്ചാൻ വേണ്ടിയിട്ട്. നല്ല ഷെയ്ഡ്, ഇതിനെക്കുറിച്ച് ഞാൻ ഹോൾ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്, കൂടുതലൊന്നും പറയാനില്ല, പൊളി ഷെയ്ഡാണ്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ഇത്തിരി എന്താണ്
ഡ്രൈയിങ് ആണ്. അപ്പം ലിപ് ബാം ഇടുക. പിന്നെ അടുത്ത ഷെയ്ഡ് എന്ന് പറയുന്നത് ഇതാണ്. ഇതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇതിനെ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് എന്നെ ട്യൂഷൻ പഠിപ്പിച്ച അശ്വതി ചേച്ചിനെയാണ്. കാരണം ഞാൻ അശ്വതി ചേച്ചിക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കളറാണിത്. അപ്പം ഇത് കണ്ടിട്ട് എൻ്റെ അടുത്ത് ഒരുപാട് പേര് ഫോട്ടോസിലൊക്കെ ചോദിക്കാറുണ്ട് ഇത് ഏത് ലിപ്സ്റ്റിക്കാണ് ഭയങ്കര നാച്ചുറൽ ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്കാണ്. ലാക്മേ ആബ്സല്യൂട്ടിന്റെ മാറ്റ് മെൽറ്റ് ലിക്വിഡ് ലിപ് കളർ റേഞ്ചിലുള്ള വിന്റേജ് പിങ്ക് എന്ന് പറഞ്ഞിട്ട് ഷെയ്ഡ്. നല്ലൊരു പീച്ചി പിങ്ക് അല്ല കേട്ടോ എറിച്ച് നിൽക്കുന്നത്, ഒരു പീച്ച് കൈൻഡ് ഓഫ് ഷെയ്ഡാണ് എറിച്ച് നിൽക്കുന്നത്. പിന്നെ ഇതാണ് അത്യാവശ്യം നല്ല രീതിയിൽ ഡാർക്ക് ആയിട്ടാണ് അപ്ലൈ ചെയ്യാറ്. ഇതാണ് എൻ്റെ ജീവിതത്തിൽ ഒരേ ഒരു ലിപ്സ്റ്റിക്ക് ഞാൻ യൂസ് ചെയ്ത് തീർത്തത്. ഇതിനകത്തൊന്നുമില്ല. എന്ന് ഞാൻ സ്വാച്ച് കാണിക്കാൻ വേണ്ടി തോണ്ടി കഷ്ടപ്പെട്ടാണ് എടുത്തത്. ഇതിനകത്തൊന്നുമില്ല, ഫുൾ തീർന്നിരിക്കുകയാണ്. അപ്പം ഞാൻ ആലോചിച്ചു ഒരു ലിപ്സ്റ്റിക് ഒക്കെ തീരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ കാര്യമാണ്. ഇതിൻ്റെ റേറ്റും വന്നിട്ട് അങ്ങനെ ഭയങ്കര റേറ്റ് ഒന്നുമില്ല. ഞാൻ പോത്തീസിൽ നിന്ന് എന്തോ മേടിച്ചതാണ്, റേറ്റ് അറിഞ്ഞൂടാ. പോത്തീസിൽ നിന്ന് എന്തോ മേടിച്ചാൽ ഓൺലൈൻ മേടിച്ചതല്ല. നല്ല ഷെയ്ഡ്. നിങ്ങൾക്ക് പിങ്ക് കളറിൽ ചുണ്ടിൽ ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട് എന്ന് അറിയാൻ പാടില്ലാത്ത രീതിയിൽ ലിപ്സ്റ്റിക് ഇടാൻ ആഗ്രഹിക്കുന്നവർ മേടിക്കേണ്ട 2 ലിപ്സ്റ്റിക്കാണ്. ഒന്ന് ഗിവ് മീ മോക്കാൻ്റെ വെച്ചാൽ ഗിവ് മീ മോക്ക, രണ്ടാമത്തെ വിന്റേജ് പിങ്ക് ലാക്മേയുടെ ഇത് നോക്കണം. ലാക്മേ ആബ്സല്യൂട്ട് മാറ്റ് മെൽറ്റ് ലിക്വിഡ് ലിപ് കളറിനകത്തുള്ളത് തന്നെ നോക്കാം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പോൾ ഇതിന് വന്നിട്ട് ഒരു ബ്രൗൺ ഷെയ്ഡാണ് പൊങ്ങി, മീൻസ് എന്താണ് ബ്രൗൺ ഷെയ്ഡ് കൂടി നിൽക്കും. പക്ഷേ ഇതിനൊരു പിങ്ക് അല്ലെങ്കിൽ ഒരു പീച്ച് പിങ്ക് അല്ല പീച്ച് ഷെയ്ഡ് കൂടി നിൽക്കും കേട്ടോ. രണ്ടും കണ്ടോ ഏതാണ്ട് ഒരേപോലത്തെ കളറാണ്. പക്ഷേ ഇത് കുറച്ച് ഡാർക്കാണ്, കുറച്ച് ഡാർക്ക് ബ്രൗൺ ആണ്, മനസ്സിലായി. രണ്ടും അടിപൊളിയാണ്. അടുത്തത് എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്കാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് റെഡ് ലിപ്സ്റ്റിക്സ് ചുണ്ടിലിടാൻ. പക്ഷേ റെഡ് ലിപ്സ്റ്റിക് ഒക്കെ ചുണ്ടിലിട്ട് നടക്കാനായിട്ട് കുറച്ച് തൊലിക്കട്ടിയൊക്കെ വേണം. കാരണം നമ്മുടെ സമൂഹം നമ്മൾ എന്താണ് വിളിക്കുന്നത് എന്നൊക്കെ നോക്കും. പക്ഷെ അതൊന്നും വില വെക്കാൻ പറ്റാത്തവർക്ക് മാത്രമേ ഇതുപോലത്തുള്ള ഷെയ്ഡുകളൊക്കെ ഇടാം. ഇത് അത്ര ഭയങ്കര ഡാർക്കല്ല, എന്നാലും ഞാൻ പറഞ്ഞത്. അപ്പം ഇത് വന്നിട്ട് നമ്മുടെ മെയ്ബിലിൻ്റെ ആഷി റെഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്കാണ്. ഇത് പൗഡർ മാറ്റ് ആണെന്ന് തോന്നുന്നു കേട്ടോ. പൗഡർ മാറ്റ് റേഞ്ചിലാണ്. ഇത് കുറേ റേഞ്ച് ഉണ്ട് മെബിലിൻ്റെ ഈ ഒരു സംഭവം. അപ്പോൾ അതിൽ ആഷി റെഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡ് നമ്പർ 02 ആണ്. ഇത് അടിപൊളി റെഡ് കളറാണ്. ഈ റെഡ് കളറിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചുണ്ടിലിട്ടിട്ട് ജസ്റ്റ് ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് ആക്കിയിട്ട് കളയുകയാണെങ്കിൽ ഇതൊരു ലൈറ്റ് റെഡായിട്ട് മാറും. ആ ഷെയ്ഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതും നമ്മുടെ ഫേസിനൊക്കെ ഒരു നല്ലൊരു ഗ്ലോയും ഒരു ബ്രൈറ്റ്നസ് ഒക്കെ തരുന്ന ഒരു കിഡിലൻ ഷെയ്ഡാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഒരു 299 300 ആ ഒരു റേഞ്ചേ ഉള്ളൂ. 350 ഒന്നും ഇല്ലാന്ന് തോന്നുന്നു. ആ ഒരു പൗഡർ മാറ്റാണ്, നല്ല രസം, നല്ല മാറ്റാണ്, നല്ല പെർഫെക്റ്റ് മാറ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഷെയ്ഡ്. ഞാൻ ഒരുപാട് വീഡിയോസിൽ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെയൊക്കെ ഒരു കുഴപ്പം ഇതെന്തോ ഭാഗ്യത്തിന് ഒടിഞ്ഞിട്ടില്ല. ഇതിപ്പോൾ ഇത്രയേ ഉള്ളൂ ഞാൻ ഇട്ടിട്ടിട്ട്. പക്ഷേ ഈ മെയ്ബിലിൻ്റെ ഈ ഒരു റേഞ്ചിൻ്റെ പ്രശ്നം, പൗഡർ മാറ്റിന് കുഴപ്പമില്ലാന്ന് തോന്നുന്നു. വേറെ റേഞ്ച് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒടിഞ്ഞു പോകും. കാരണം മെൽറ്റായി പോകുന്നതാണ്. നമ്മുടെ ഈ ഒരു റൂം ടെമ്പറേച്ചറിൽ വെക്കുമ്പോൾ നമ്മുടെ സ്റ്റോഴ്സിലൊക്കെ AC അല്ലേ, എവിടെയൊക്കെ ഇരിക്കുമ്പോൾ കുഴപ്പമില്ല. പക്ഷെ നമ്മൾ വീട്ടിൽ കൊണ്ടുവരുമ്പോൾ മെൽറ്റായിട്ട് ഒടിഞ്ഞു പോകാനുള്ള പ്രശ്നമുണ്ട്. പക്ഷെ നമുക്ക് ഇഷ്ടമുള്ള കളറാണെങ്കിൽ ഒടിഞ്ഞു പോയാലും കുറച്ച് ഡ്രൈയിങ് ആയാലും ഒന്നും നമുക്ക് ഒരു പ്രശ്നമല്ല അല്ലേ. അപ്പം അതിൻ്റെ 2 എണ്ണം കൂടെ ഞാൻ കാണിച്ചത്. എൻ്റെ ഫേവറേറ്റ് ഉള്ള 2 എണ്ണം 8 ലിപ്സ്റ്റിക്സ് ആണ് കേട്ടോ. ഞാൻ കാണിച്ചത് ഒരു 10 എണ്ണം ഞാൻ എടുത്തായിരുന്നു. പക്ഷേ 10 എണ്ണം ആയപ്പോൾ ഭയങ്കര നീളം കൂടിപ്പോവും. അപ്പോൾ ഇതും മെയ്ബിലിൻ്റെ എൻ്റെ ഒരു റേഞ്ച്. ഇതെല്ലാം അഫോർഡബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇത് വരുമ്പോൾ മെയ്ബിലിൻ്റെ പ്ലം പെർഫെക്ഷൻ എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ്. പൗഡർ ഇതാണ് കേട്ടോ പൗഡർ മാറ്റ്. അത് പൗഡർ മാറ്റ് അല്ലാന്ന് തോന്നുന്നു. അപ്പം അതാണ് ഈ പൗഡർ മാറ്റ്സിൻ്റെ പ്ലം പെർഫെക്ഷൻ എന്ന് പറഞ്ഞൊരു ഷെയ്ഡാണ്. അടിപൊളി ഷെയ്ഡാണ്. ഇതൊരു അതേ കണ്ടോ ഇങ്ങനത്തെ ഒരു ബ്രൗൺ ടിൻറ്റ് മുന്നേ നിൽക്കുന്ന ഒരു ഷെയ്ഡാണ്. എനിക്ക് തോന്നുന്നു ലിപ്സ്റ്റിക്ക് ഇടാൻ ആഗ്രഹിക്കുന്നവരുടെ കയ്യിലൊക്കെ ഉള്ള ഒരു ഷെയ്ഡാണ് പ്ലം പെർഫെക്ഷൻ. ന്യൂഡായിട്ടുള്ള ഒരു ഷെയ്ഡ് നോക്കുന്ന ആളാണ്. ഒരു ബ്രൗൺ ന്യൂഡ് ഷെയ്ഡ്സ് ഒക്കെ ഇടാൻ ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഈ പ്ലം പെർഫെക്ഷൻ നോക്കാം. അടിപൊളിയാണ്. 299 റുപ്പീസ് എന്താണ്ടേ ഉള്ളൂ. നല്ലതാണ്, മേടിച്ച് വെക്കാം. അപ്പോൾ ഇത് ആലോചിക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ മെയ്ബിലിൻ്റെ തന്നെ പോത്തീസിൽ മെയ്ബിലിൽ ഷീന എന്നാണോ ഒരു ചേച്ചിയുണ്ട്. ആ ചേച്ചി എനിക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ആണ് ഇഷ്ടം. ഓക്കെ, അഫോർഡബിൾ ആയിട്ട് നല്ല പ്രോഡക്റ്റ്സ്. അതിൽ ഏറ്റവും കൂടുതൽ മനസ്സിൽ ഓർമ്മ വരുന്ന മെയ്ബിലിനാണ്. അപ്പോൾ പോത്തീസിൽ പോയി കഴിഞ്ഞാൽ ഞാൻ ആദ്യം മെയ്ബിലിൽ ആ ചേച്ചിയുടെ അടുത്ത് ഓടും. അപ്പോൾ ചേച്ചി ഞാൻ ഭയങ്കര കമ്പനിയാണ്. അപ്പോൾ ആ ചേച്ചിനെയാണ് എനിക്ക് ഈ ഒരു ലിപ്സ്റ്റിക് കാണുമ്പോൾ ഓർമ്മ വരുന്നത്. അപ്പോൾ ആ ചേച്ചിയാണ് എനിക്ക് ഓരോ ലിപ്സ്റ്റിക്കൊക്കെ സജസ്റ്റ് ചെയ്യാറ്. അപ്പോൾ ചേച്ചി എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഹലോ, നമ്മൾ കുറേ നാളല്ലേ കണ്ടിട്ട്. ഞാൻ വരുന്നതായിരിക്കും പോത്തീസിൽ. ഞാൻ ലോക്ക്ഡൗൺ ആയിരുന്ന സമയത്ത് ഒരു അയവൊക്കെ കിട്ടിയപ്പോൾ പോത്തീസിൽ മെയ്ബിലിൻ്റെ സ്റ്റോറിലൊക്കെ പോയി നോക്കിയായിരുന്നു. പക്ഷെ ഞാനൊരു ഫൗണ്ടേഷൻ മേടിക്കാനാണ് നോക്കിയത്. പക്ഷേ ആ ഫൗണ്ടേഷൻ അപ്പോൾ ഇല്ലായിരുന്നു.
ഓക്കെ, അതെന്തെങ്കിലും ആവട്ടെ. അപ്പം ഇത് നല്ലതാണ്, ആവശ്യമുള്ളവർക്ക് മേടിക്കാം. പിന്നെ ഇത് ട്രാൻസ്ഫർ ചെയ്യും. ബുള്ളറ്റ് ലിപ്സ്റ്റിക് ആണ്. ബുള്ളറ്റ് ലിപ്സ്റ്റിക് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ട്രാൻസ്ഫർ ചെയ്താലും ഒരു കുഴപ്പമില്ല. ഞാനിതെടുത്ത് ബാഗിലിട്ട് റീടച്ച് ഒക്കെ ചെയ്ത് കൊടുക്കാറുണ്ട്, ഒരു പ്രശ്നവും അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഇഷ്ടമുള്ള കളറാണെങ്കിൽ എന്തൊക്കെ പ്രശ്നം വന്നാലും നമ്മൾ അങ്ങോട്ട് സഹിക്കും അല്ലേ. അപ്പോൾ ഇതിൽ തന്നെ വരുന്ന മെയ്ബിലിൻ്റെ വേറൊരു 299 റേഞ്ച് വരുന്ന ലിപ്സ്റ്റിക് ആണ് പിങ്ക് മൈ റെഡ് എന്ന് പറയുന്ന ലിപ്സ്റ്റിക്. ഇതും എടുക്കുമ്പോൾ തന്നെ എനിക്ക് ഓർമ്മ വരുന്ന ആ ചേച്ചിയാണ്. കാരണം ആ ചേച്ചിയാണ് എനിക്ക് സെലക്ട് ചെയ്ത് തന്നത്. ഇതിൻ്റെ പ്രശ്നം ഇത് തന്നെയാണ്, ഇത് കണ്ടോ ഒടിഞ്ഞു പോകും. ഇതേ കണ്ടോ, ഇവിടെ നിന്ന് ഇങ്ങനെ തുരന്നിരിക്കുകയാണ്. പക്ഷെ ഞാൻ എന്താണ് നമ്മുടെ ബ്രഷ് വെച്ചിട്ടാണ് എഴുതിയിട്ടാറ്. അപ്പോൾ പിങ്ക് മൈ റെഡ് 640 എന്ന ഷെയ്ഡ് നല്ലൊരു ഷെയ്ഡാണ്. ഇതിനകത്തുള്ളതെന്ന് വെച്ചാൽ ഒരു മെജന്തയും ഒരു റെഡും ഒരു പിങ്കും എല്ലാം കൂടെ കലർന്ന ഒരു നല്ല ഷെയ്ഡാണ് കേട്ടോ, നല്ല കിടിലൻ ഷെയ്ഡാണ്. പിന്നെ എനിക്ക് പ്രത്യേകം പറയാനുള്ള കാര്യം, ഞാൻ നാളെയാണ് ലൈവ് വരാൻ പോകുന്നത്. എൻ്റെ ലൈവ് ആരും മിസ് ചെയ്യരുത്, എല്ലാവരും വരണം. ജസ്റ്റ് 2 പേരെങ്കിലും ഉണ്ടായിരുന്നത് ഞാൻ ഭയങ്കര സന്തോഷമായിരിക്കും. കാരണം എൻ്റെ ആദ്യത്തെ ലൈവാണ്. ഇത്രയും നാളായിട്ട് എന്ത് ലൈവ് വരാത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ നെറ്റിൻ്റെ പ്രോബ്ലം ആയിരുന്നു. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. അപ്പം നാളെ രാത്രി 7 മണിക്ക് ഞാൻ ലൈവിൽ ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാവരും വരണം, നമുക്ക് അവിടെ കാണാം. ഫ്രണ്ട്സിനെയും എല്ലാവരെയും കൂട്ടിയിട്ട് വരണം, നമുക്ക് അവിടെ കാണാൻ. നിങ്ങൾക്ക് ചോദിക്കാനുള്ളത് എല്ലാം ചോദിക്കാൻ അടിപൊളിയായിട്ട് ഉത്തരവൊക്കെ തരുന്നതായിരിക്കും. പിന്നെ നമുക്ക് പാട്ട് പാടാം, നമുക്ക് കളിക്കും, എന്ത് വേണോ ചെയ്യാം, ഒരു പ്രശ്നമില്ല. ഇനി ഭയങ്കര സന്തോഷമാണ്, കാരണം നിങ്ങളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്നൊരു നിമിഷമാണ്. സോ ഞാൻ ഭയങ്കര ത്രില്ലടിച്ചിരിക്കുകയാണ്. എന്തൊക്കെ സംഭവിക്കുന്ന അറിഞ്ഞിട്ട് നമുക്ക് നോക്കാം നാളെ എന്തായാലും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. സോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. സോ വെയിറ്റ് ഫോർ മൈ നെക്സ്റ്റ് വീഡിയോ. Till then, bye bye.